അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് 12 വാർഡിൽ നിന്നെല്ലാം മത്സരം നടക്കുന്നുണ്ട്. 5 മുതൽ 5 വാർഡ് നമ്മൾ ഈ സമയത്തും തെന്നല പഞ്ചായത്തിൽ പിടിച്ചെടുത്തു എന്നുള്ളതാണ് പറയാനുള്ളത്. അതിൽപ്പെട്ട പ്രധാന ഒരു വാർഡായിരുന്നു 1-ാം വാർഡും 2-ാം വാർഡും. 1-ാം വാർഡും 19-ാം വാർഡും. ഈ 1-ാം വാർഡിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഏകദേശം 15 വർഷത്തോളമായി LDF പിടിച്ചെടുത്തിട്ട് അതിനുശേഷം ഇന്നേ വരെ അവർക്ക് ഈ വാർഡ് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ പ്രാവശ്യം എന്തായാലും ഞങ്ങൾ പിടിച്ചെടുക്കാം. മുസ്ലിം ലീഗിന്റെയും UDFന്റെയും സംവിധാനം ഈ വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതും ഇവിടെ അതിനുള്ള മെഷീനറികളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാൻ സാധിക്കും. നമ്മുടെ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം, അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെ ഫിറോസ് സ്ഥാനം വഹിക്കുന്ന ആളാണ്, അദ്ദേഹം അടക്കം, പാണക്കാട്ട് തങ്ങന്മാരടക്കം, പഞ്ചായത്തിന്റെ KMCC അടക്കം അവരുടെ ഒരു പണം ഈ വാർഡിൽ നല്ലയോണം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾക്കറിയാം. അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള ചില പണക്കാർ അവർ അതുവരെ പെട്ടിയിൽ പൂട്ടിവെച്ചിരുന്ന പണം വരെ ഈ വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചിട്ടും ഏകദേശം കണക്ക് പറഞ്ഞാൽ 1 രൂപയുടെയും കുറവില്ലാത്ത രീതിയിലുള്ള കണക്ക് പറഞ്ഞാൽ 1 കോടി രൂപയോളം ഈ വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി UDFന്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ DF-ൽ നിന്നും വിട്ടുകൊടുക്കാത്ത ഈ വാർഡിലെ വോട്ടർമാർക്കാണ് ഞാൻ ഈ വാർഡിനെല്ലാം കാഴ്ചവെക്കുന്നതിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. പല കിംവദന്തികളെ ഇറക്കിയിട്ടും, പല വോട്ടർമാരെ ഇറക്കിയിട്ടും, പല വനിതാ വോട്ടർമാരെ ഇറക്കിയിട്ട് പോലും ഈ വാർഡ് പിടിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ മക്കളെ ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ 1-ാം വാർഡ് നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുകയല്ല എന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് 1-ാം വാർഡിലേക്ക് നിങ്ങൾ ഇനി തിരിഞ്ഞു നോക്കണ്ട. കോടികൾ പോയെങ്കിൽ കോടികൾ പോട്ടെ, പല കോടികളും ഇതുപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, അതിലേക്ക് കൂട്ടിയാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം എല്ലാം പണം ഇറക്കി അന്ന് പറഞ്ഞതാണ്, 1-ാം വാർഡിലേക്ക് നിങ്ങൾ ആ പണം കൊണ്ടൊന്നും വരണ്ട. 1-ാം വാർഡിലെ ജനങ്ങൾ പണത്തിന്റെ പിന്നാലെ പറയും. അതിനൊക്കെ കേൾക്കാൻ ആണത്വം പുളുപ്പുള്ളവൻ മാത്രം ഉണ്ടെങ്കിൽ മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ വീട്ടുമ്പയായിട്ട് വീട്ടിലിരിക്കാൻ സാധിക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ സയ്യിദ് അലി മജീദിനെയും പ്രവർത്തകരെ തോൽപ്പിക്കാൻ വേണ്ടി വന്നാൽ അതല്ല, അതിന്റെ അപ്പുറത്തെയും ഞങ്ങൾ വിളിച്ചു പറയും. കേസല്ല, കേസിന്റെ അപ്പുറത്തെ കൊടുത്തു കഴിഞ്ഞാൽ ശരി, ഞങ്ങൾ